ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് അത്ര കണ്ടാൽ മതി. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ലോട്ടസ് ടെമ്പിളിൻ്റെ അടുത്താണ്. കുറേ കഷ്ടപ്പെട്ടു ഇന്ന് വീഡിയോ എടുക്കാൻ, കാരണം അത്രയും ചട്ടപ്പിക്കുന്ന കുറേ പരിപാടിയുണ്ട്. അതൊക്കെ നിങ്ങൾ അറിയണം. നല്ല അതിമനോഹരമായിട്ടുള്ള ലോട്ടസ് ടെമ്പിളും അതിന് മുന്നത്തെ അടിപൊളി ഗാർഡനും കാര്യങ്ങളാണ് ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. ഇവിടെ വരുമ്പോൾ എന്തൊക്കെ അറിയണം, എന്തൊക്കെ ചെയ്യണം എന്നെല്ലാ കാര്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ എന്നും പറയുന്ന പോലെ എന്നോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്യുക, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ലാസ്റ്റ് വെഞ്ചേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിതാ അവിടുന്ന് ബാഗേജിൻ്റെ ചെക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ബാഗ് വെക്കാൻ സ്ഥലമില്ല. തൊട്ടപ്പുറത്തെ കടയിൽ പോയിട്ട് നമ്മൾ 50 രൂപ കൊടുത്തിലൂടെ വയ്ക്കുക. ഇവിടെ ഫുള്ള് തട്ടിപ്പ് നടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഗൈസ്. ബാഗ് സൂക്ഷിക്കാൻ 50 രൂപ. അത് സേഫൊന്നുമില്ല. വെറുതെ ഒരു നമ്പർ എഴുതി തന്നിട്ട്, ഒരു ചട്ടയിൽ നമ്പർ എഴുതി തന്നിട്ട് ടോക്കനാണെന്ന് പറഞ്ഞിട്ട് കൈ തരും. 50 രൂപ സൂക്ഷിക്കാൻ. എനിക്ക് വയ്യ. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ്. നല്ലോണം ആളുകളുണ്ട്. പല ഭാഗത്തു നിന്നായിട്ടും ആളുകളുടെ ഒഴുക്ക് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ തന്നെ കുറേ മലയാളീസും കുറച്ച് തമിഴിൽ നിന്നും കർണാടകയിൽ നിന്ന് കുറേ ആളുകൾ വരുന്നു. ഞാൻ അവരുടെ ലാംഗ്വേജിൽ നിന്ന് ശ്രദ്ധിച്ചു. കുറേ മലയാളികളെ കണ്ടു കേട്ടോ ഞാൻ. പിന്നെ എന്താ പറയുക, ഇപ്പോൾ ഇവിടെ വരുമ്പോൾ വലിയൊരു ഗാർഡനും കാര്യങ്ങളും നല്ല പൂന്തോപ്പും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് കാണാൻ കഴിയും. ഇവിടെ എന്തോ ഒരു അണ്ടർഗ്രൗണ്ട് ഇൻഫോർമേഷൻ സെൻറ്റർ. നമുക്ക് അവിടെ പോയിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. ആ ഭാഗത്തായിട്ടും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കാണേണ്ടത് ഇതാണ് ഗൈസ്, ലോട്ടസ് ടെമ്പിൾ. ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ കുറേ അധികം ഇതൊക്കെ ഇഷ്ടംപോലെ പ്രാവുകളിനെ കാണാൻ കഴിയും. അടിപൊളി സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്തൊരു ഭംഗിയല്ലേ തോട്ടം. നല്ല ഭംഗിയിൽ അലങ്കരിച്ച് വെച്ചിട്ട് നല്ലൊരു ഗാർഡനും കാര്യങ്ങളും ഇഷ്ടംപോലെ നല്ല പ്രാവുകൾ എന്തൊക്കെയോ കൊത്തിപ്പറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതാ ഇഷ്ടംപോലെ ആളുകളിലും ഇവിടെ കാണാൻ കഴിയും. വലിയൊരു ഗാർഡനാണ്. അലാക്കിൻ്റെ വെയിലാണ്. ഞാൻ ഇന്ന് തന്നെ 4 സ്ഥലമാണ് ഒരു ദിവസം കൊണ്ട് ഫുള്ള് കംപ്ലീറ്റ് ആയത്. എൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ എവിടെയൊക്കെ പോയിട്ടുള്ളതെന്ന്. ഒരു ദിവസം കൊണ്ട് 4 സ്ഥലം ഞാൻ കവർ ചെയ്തു കേട്ടോ. ഇതൊരു ആരാധനാലയം കൂടിയാണ് കേട്ടോ ലോട്ടസ് ടെമ്പിൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാത്തവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നുകൂടി ഞാൻ വിവരിച്ച് പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് അതിൻ്റെ മുന്നിൽ നിർത്തട്ടെ. നമുക്ക് ഉള്ളിൽ കയറിയിട്ട് അവിടുത്തെ കുറച്ച് നല്ല നല്ല കാഴ്ചകൾ കാണാം. ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. എവിടെ ടിക്കറ്റ് എടുക്കാമെന്ന് അറിയില്ല. പക്ഷേ ഇതിൻ്റെ പുറത്ത് വരാൻ, ഇതിൻ്റെ അകത്തോട്ട് വരാൻ ടിക്കറ്റൊന്നുമില്ല. എനിക്ക് ബാഗേജിൻ്റെ കാര്യം ഗൈസ് കുറച്ച് പ്രശ്നമായി തോന്നിയത്. ഇത്രയും വലിയ ടൂറിസ്റ്റ് പ്ലേസുള്ള സ്ഥലത്ത് എന്താ പറയുക, ബാഗും കാര്യങ്ങളും കൊണ്ടുവരുന്ന ആൾക്ക് സൂക്ഷിക്കാനുള്ള ക്ലോക്ക് റൂമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അത്രയും ഷോക്കാണ്. ഇവരെന്ത് ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. താഴെയൊക്കെ മറ്റേ നമ്മളെ കുത്തപ്പിനാറിൽ കണ്ട അതേപോലത്തുള്ള കല്ലുകളാണ് പതിച്ചിട്ടുള്ള റെഡ് സ്റ്റോൺ എന്ന് പറയുന്നത്. അതുപോലുള്ളൊരു കല്ലാണ്. പക്ഷേ അതന്നെ. അയ്യോ, മരത്തിനൊക്കെ ഒരു ഭംഗി നോക്കാം. ലോലിപോപ്പ് പോലെ ഉണ്ട് അല്ലേ കാണാൻ. അപ്പോൾ നമ്മൾ ലോട്ടസ് ടെമ്പിളിന് അടുത്തെത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും ഫുള്ള് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻട്രൻസ് എന്ന് പറയുന്നത് ലോട്ടസ് ടെമ്പിളിൻ്റെ. ആ ഭാഗത്തോട്ട് പോകുന്ന എൻട്രൻസ്. ഇവിടെ കുറേ ആളുകളെ കണ്ടില്ലേ, ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഗാർഡനില്ലേ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിക്കാൻ പറ്റും. നല്ല വലിയൊരു ഗാർഡൻ. എന്തൊരു വെയിലാണ് ഇതൊക്കെ. നമ്മുടെ സൂര്യേട്ടൻ കുത്തിച്ച് നിൽക്കുന്നുണ്ട്. ആകപ്പാടെ കരുവാളിച്ചിട്ടുണ്ട് ഞാനെന്നും ഒരു ദിവസം കൊണ്ട് മാത്രം. ഞാൻ വന്നത് രാജസ്ഥാനിൽ നിന്നാണ്. പക്ഷേ എന്നിരുന്നാലും അവിടുത്തെ ചൂടൊരു ഹലാക്കിൻ്റെ ചൂട് തന്നെയാണ്. അതിൻ്റെ അത്ര ചൂടില്ലെങ്കിൽ പോലും കണ്ടിന്യൂസ്ലായിട്ട് വെയിൽ കൊള്ളുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ലോട്ടസ് ടെമ്പിളിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് നമ്മൾ ഇനിയും ചുറ്റി കാണാനുണ്ട്. രക്ഷയില്ലാത്തൊരു നിർമ്മിതിയാണ് കേട്ടോ. ചെറിയൊരു കുന്നിൻ്റെ മേലെയാണ് ഇത് പണിത് വെച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ഇതൊരു ടെമ്പിളാണ് കേട്ടോ. അതായത് ഇതിൻ്റെ മതമൊക്കെ വേറെയാണ്, പക്ഷേ എല്ലാവർക്കും പ്രവേശിക്കാൻ കഴിയുന്നൊരു ടെമ്പിളാണ്. ഇതിൻ്റെ ഉള്ളിൽ 2500ഓളം ആളുകൾക്ക് അറ്റ് എ ടൈം ഇരിക്കാൻ കഴിയും കേട്ടോ. അതാണ് ഇതിൻ്റെ അത്രയും വലുതാണിത്. ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ ഫുള്ള് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം, ഫുള്ള് പറഞ്ഞുതരാം എന്തൊക്കെ അവസ്ഥ എന്ന്. ഇവിടെ കുറേ അധികം സോളാർ പാനലുകൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇത്രയും ദൂരം വന്ന വഴികളായിട്ട് കാണുന്നതൊക്കെ നമ്മൾ ദൂരം നിന്നാണ് വന്നത്. ഇനി ഇത് കയറി പോകണം, സ്റ്റെപ്പ് ഫുള്ള് കയറണം. നമ്മളിത് ഇവിടെ തന്നെ ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ പോലത്തെ ഒരു സംഭവം കാണാൻ കഴിയുന്നതിന് തൊട്ടപ്പുറം തന്നെ. നല്ല തിരക്കാണല്ലോ, കണ്ടില്ലേ? അയ്യോ, തൊടുക്കത്തെ തിരക്കട്ടെ ഇവിടെ. ഞാൻ ഇത്രത്തോളം തിരക്ക് പ്രതീക്ഷിച്ചില്ല, പക്ഷെ നല്ല തിരക്കുണ്ട്. ആളുകളൊക്കെ ഇതാ അവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. കണ്ടോ, നമ്മുടെ 2 സൈഡും നല്ല നീല കളറിൽ വെള്ളം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നമ്മൾ ലോട്ടസ് ടെമ്പിളിൻ്റെ താഴെയാണുള്ളത്. നമ്മുടെ തലിൻ്റെ മേലാണ് താമരൻ്റെ ഇല വിരിഞ്ഞിക്കുന്ന പോലുള്ള സംഭവം ഉള്ളത്. അത് ഇതിൻ്റെ അടിയിൽ നിന്ന് കാണാൻ കഴിയില്ല. ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് പുറത്തത്തെ ഫുള്ള് കാഴ്ചകൾ കാണാം കേട്ടോ. സുഹൃത്തുക്കളെ, ഒരു തമാശയായിട്ടുള്ള സംഭവമാണ്. തമാശ എന്ന് പറയുമ്പോൾ അത് സംഭവം ഓക്കെയാണ്.
ഇത് കണ്ടില്ലേ ഒരു സെഞ്ചി, അതായത് ഉള്ളിലോട്ട് ചെരുപ്പിട്ടിട്ട് പോകാൻ പാടില്ല, പകരം നമുക്കൊരു സെഞ്ചി വന്നിട്ടുണ്ട്. നമ്മൾ ഷൂസൊക്കെ കാര്യം ഇട്ടിട്ട് കൈ പിടിച്ചിട്ട് ഉള്ളിലോട്ട് പോകാം. ഇവിടെ നമുക്ക് ലോട്ടസ് ടെമ്പിളിൻ്റെ കുറച്ച് വിവരങ്ങളും വിശദാംശങ്ങളൊക്കെ ഫോട്ടോ രഹിതം കൊടുത്തിട്ടുണ്ട്. ഇതാട്ടോ ഇതിൻ്റെ, അതായത് ഈ 4 ഭാഗത്തും ഇതാട്ടോ സംഭവം. വെള്ളത്തിൽ താമര വിരിഞ്ഞ് നിൽക്കുന്ന പോലെയുള്ളൊരു ഒരു സംഭവമാണിത്. ഇതിൻ്റെ ഫുള്ള് പൊട്ടിയിട്ടുണ്ടല്ലോ ചില്ല് മുഴുവൻ. ഇതൊക്കെ ഫുള്ള് ചില്ല് മൊത്തം പൊട്ടിയിട്ടുണ്ട് കേട്ടോ. നീല കളർ വെള്ളത്തിന് നടുക്കായിട്ടാണ് ലോട്ടസ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അതായത് വെള്ളത്തിൽ താമര നിൽക്കുന്ന രീതിയിലുള്ളൊരു നിർമ്മിതിയാണ് കേട്ടോ. ഇവിടെ കുറേയധികം ജമാ മസ്ജിദും കുറേ പള്ളിയും അതുപോലെ തന്നെ ബുദ്ധിസത്തിൻ്റെ ടെമ്പിളൊക്കെ എല്ലാത്തിൻ്റെയും കുറേ പിക്ചേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു അട്രാക്ഷന് വേണ്ടി മാത്രം. ടിക്കറ്റൊന്നും ഇല്ലേ ഗൈസ്? ഇല്ലതാ ഇതുണ്ടോ, ഇതും വെള്ളമാണ്. അതായത് നല്ല ഫുള്ളും വെള്ളം കേട്ടോ. ഇതിൻ്റെ മേലിൽ നിന്നുള്ള വ്യൂ ആണ് ഞാൻ കാണിച്ചു തന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം. എല്ലാവരും എന്താ സെഞ്ചിയും കൈ പിടിച്ച് പോകുന്നുണ്ട്. എനിക്ക് പറ്റാതിരുന്നത് ആ ബാഗേജിൻ്റെ കാര്യമാണ്. ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും നിങ്ങൾക്ക് ബാഗ് ഉള്ളിൽ അലോഡല്ല, പക്ഷെ അതിനുള്ള സംവിധാനം ഉണ്ടോ അതുമില്ല. ആകെപ്പാടെ ഒരു കച്ചറ പരിപാടിയാണ് ഇവർ നടത്തുന്നത്. എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയതാണ് കേട്ടോ. നമ്മൾ ട്രാവലേഴ്സൊക്കെ ബാഗ് കൊണ്ട് വരുമ്പോൾ എന്താ ചെയ്യുക? എവിടെയെങ്കിലും വെക്കാനുള്ള ഒരു സംവിധാനം വേണ്ടേ, ഒരു ക്ലോക്ക് റൂം വേണ്ടേ? അതിവിടെ ഇല്ല. അതാണ് ഒരു പ്രശ്നമായി തോന്നിയത്. ആരുടെയോ ഒരു കടയിൽ ഒരു ഇല്ലാത്തൊരു ടിക്കറ്റ് എഴുതി ഒരു ചട്ടയിൽ നമ്പർ ഇട്ടിട്ട് ബാഗ് അവിടെ സൂക്ഷിക്കാൻ കൊടുക്കണം. 50 രൂപയാണ് ചാർജ് ചെയ്ത്. ഞാൻ സംസാരിച്ച് പ്രാന്തായി ദേഷ്യം വന്നിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് 30 രൂപയ്ക്ക് തന്നു. പക്ഷെ എന്ത് ചെയ്യാനാ? ഓക്കെ, നീളുള്ള വരികയാണ്. ഇനി ഇവരൊക്കെ എത്രയും പേര് തിരിച്ചിറങ്ങിയാലേ നമുക്ക് കയറാൻ കഴിയുള്ളൂ തോന്നുന്നു കേട്ടോ. സുഹൃത്തുക്കളെ, നമുക്കൊരു കാര്യം കാണിച്ചു തരാം. അത് കണ്ടില്ലേ, ഇതിനുള്ളൊരു കുറേയധികം ചില്ലറ പൈസകൾ എടുക്കുന്നത്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ ലൈൻ അനങ്ങിയിട്ടുണ്ട്. ഒന്നും പറയുന്നില്ല, എനിക്ക് അപ്പോൾ ദേഷ്യം വരുന്നുണ്ട്. നമുക്ക് മേലത്തെ കാഴ്ചകൾ കാണാം. എത്ര നേരം? 4 മിനിറ്റ് പറഞ്ഞാണ്. 10 മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെറുതെ നിന്നു കേട്ടോ. ലോട്ടസ് ടെമ്പിളിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇത്രയും അടുത്ത് ലോട്ടസ് ടെമ്പിളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് അതിവിശാലമായിട്ടുള്ള വലിയൊരു തോട്ടോട്ടോ കാണാൻ കഴിയുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദൂരെയുള്ള നമ്മൾ വന്ന വഴികളൊക്കെ കാണാൻ കഴിയും. സുഹൃത്തുക്കളെ, ബോറെന്ന് പറഞ്ഞാൽ ഇജാതി ബോറ് പരിപാടിയായിട്ട് അതിൻ്റെ ഉള്ളിൽ. അതായത് ഞങ്ങളൊരു അരമണിക്കൂർ നിന്നു കഴിച്ചു. ഫുള്ള് നിർത്താൻ തന്നെ എന്താ അവർ നിൽക്കണമല്ലോ പാവങ്ങൾ. അവർ നിൽക്കണവർ അവിടെ ഒരു 10 മിനിറ്റ് നിന്നു. പിന്നെ അത് അവിടെ പോയിട്ട് ഒരു 10-20 മിനിറ്റ് അവിടെ നിന്ന് അവരുടെ കുറച്ച് പ്രസംഗം എന്തൊക്കെയോ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച്. അവിടെ കുറേ പൈസയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇഷ്ടംപോലെ പൈസ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലോട്ടസ് ടെമ്പിൾ പറയുന്നത്. 1986 ഇത് ലോട്ടസ് ടെമ്പിൾ പണിതത്. ഫാരിബോർ സാബ എന്നുള്ളൊരു ആർക്കിടെക്റ്റാണിത് പണിതത്. ഇറാനിൽ നിന്നുള്ളൊരു ആർക്കിടെക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനൊക്കെ മൂപ്പരുടെയാണ്. ഇതിൽ ടോട്ടൽ 27 ഭാഗങ്ങളുണ്ട്. ടോട്ടൽ എല്ലാം കൂടി 27 ഭാഗങ്ങളുണ്ട്. അത് 3ആയി കൂട്ടിച്ചേർത്ത് 9 ഭാഗങ്ങളായിട്ടാട്ടോ അത് നിർമ്മിച്ചിട്ടുള്ളത്. മേലെ എന്തൊരു ആൻറ്റിനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു അടിപൊളി എന്താ പറയുക ടെമ്പിൾ അടിപൊളിയാണ്. പക്ഷേ ഇവരുടെ ഒരു ടൂറിസ്റ്റിനെ എങ്ങനെ കൈകാര്യം ചെയ്യാനുള്ളൊരു വിവരം സത്യം പറഞ്ഞാൽ അവർക്ക് വെച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് വന്നവിടെ മനസ്സിലാവും. ലോട്ടസ് ടെമ്പിൾ കാണാൻ നല്ല ഭംഗിയാണെങ്കിലും ഭയങ്കര ആകർഷണമായിട്ടുള്ളൊരു സംഭവമാണെങ്കിലും നമ്മൾ അട്രാക്ട് ചെയ്യുന്നുണ്ടാവും. നമ്മളെങ്ങനെ പിടിച്ച് വലിക്കും ദൂരെ നിന്ന്. അത്ര രസമുള്ളത് കാണാൻ. പക്ഷെ എൻ്റെ ഉള്ളിൽ കയറുമ്പോഴേക്കും നമ്മുടെ ഊപ്പാട് ഇളകും കൈസ്. അത്രയും കടമ്പകൾ കടന്നു വേണം വരാൻ. ഇതിൻ്റെ വേറെ എന്തൊക്കെയോ പ്രസംഗങ്ങളും ഇതിൻ്റെ ആ ഒരു മതത്തിനെ കുറിച്ചുള്ള പ്രസംഗങ്ങളും ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അതൊക്കെയാണ് അടുത്ത കാഴ്ചകൾ കേട്ടോ. ബൈ. ഇതൊക്കെയായിരുന്നു നമ്മുടെ ലോട്ടസ് ടെമ്പിളിൻ്റെ കാഴ്ചകൾ പറയുന്നത്. അതിമനോഹരമായ ലോട്ടസ് ടെമ്പിളായിരുന്നു. പക്ഷേ ഭയങ്കര വെറുപ്പിയിലായിരുന്നു. അത് നിങ്ങൾ ഇവിടെ വന്നാൽ മനസ്സിലാവും. ഭയങ്കര ഒരു വെറുപ്പിക്കലാണ്. ഇവിടുത്തെ ആളുകൾക്ക് ഭയങ്കര ഷോ ഓഫാണ്. വലിയ വിചാരമാണ്. ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മതി, മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലോട്ടസ് ടെമ്പിളിലെ കാഴ്ചകളും മറ്റും. അപ്പോൾ ഇനിയും ഒരുപാട് വീഡിയോമായി നമ്മൾ വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായി വീണ്ടും കാണുന്ന എല്ലാവർക്കും ഗുഡ് ബൈ.